എല്ലാവർക്കും ശരസ് ന്യൂടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഗെയിമിംഗ് മൗസിൻ്റെ അൺബോക്സിങ്ങും കൂടാതെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഗെയിമിംഗ് മൗസ് എന്ന് പറയുന്നത് എക്സ്മേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സോറോ എന്ന് പറഞ്ഞൊരു USB ഗെയിമിംഗ് മൗസാണ്. അപ്പോൾ ഈ ഒരു മൗസിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഈ മൗസ് ഏകദേശം 1 വീക്ക് മുന്നേ ആണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. സോ ആ ടൈമിൽ ഞാൻ അൺബോക്സ് ചെയ്തൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ നമ്മൾക്കിപ്പോൾ കാണാം, അതിന് ശേഷം നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതിൻ്റെ അൺബോക്സിങ് കാണാം. അപ്പോൾ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ എൻ്റെ ലാപ്പിലാണ് പ്ലേ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച മുന്നേ ആണ് ഇത് മേടിച്ചത്, അതുകൊണ്ടാണ്. സോ ഇതാണ് നമ്മുടെ ബോക്സ്. ഇങ്ങനെയാണ് എനിക്ക് പാക്കേജിങ് വന്നത്. ഈ ഒരു പാക്കേജിങ് എനിക്ക് വന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ആമസോണിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. ഇത് ഏകദേശം 399 400 രൂപ ആ റേഞ്ചിൽ 350 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു ചീപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായി, കാരണം ഇത്ര ചീപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രൈസ് ആ ഒരു പ്രൈസ് പോയിന്റിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുമെന്നല്ല. അപ്പോൾ ഇത് വന്നത് വേറെ പ്രൊട്ടക്ഷൻ കവറും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഒരു ബോക്സ് ആയിട്ട് മാത്രമേ വന്നുള്ളൂ. ആ ബോക്സിൻ്റെ മീതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കോട്ടിംഗ് ഉണ്ടായി. ഇനി ആ ബോക്സിൽ എക്സ്മേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡിൽ കുറച്ച് പടം വരെയും കാര്യങ്ങൾ, ആർട്ട് വർക്കും സ്റ്റിക്കറൊക്കെ ഉണ്ടായി. പിന്നെ ബാക്കിൽ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വയർലെസ് മൗസാണ്. ഇതിൽ 6 നമ്പർ ഓഫ് കീസ് ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 4 DPIകളും ഉണ്ട്. അപ്പോൾ ഈ 6 കീ ഏതൊക്കെയാണ്, ഈ 4 DPIയിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മൗസിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളതെല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1299 രൂപയാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. പക്ഷേ അത്രയൊന്നുമില്ല കേട്ടോ. ആമസോണിലൊക്കെ ഇതിലും ഭയങ്കര 500 രൂപയ്ക്ക് താഴെ നമുക്ക് മേടിക്കാൻ പറ്റുന്നൊരു മൗസാണിത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മൗസ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കവർ ഊരിക്കഴിഞ്ഞാൽ അകത്തുള്ള മൗസിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ പാക്കേജിങ് നമ്മുടെ സാധാരണ കാർഡ്ബോർഡ് പാക്കേജിംഗ് ആണ്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എന്താ പറയുക, ബോറായിട്ടുള്ള പാക്കേജൊന്നുമല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പാക്കേജാണ് ഈ ഒരു ബോക്സിലുള്ളത്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് കണ്ടില്ല, മൗസും അതിൻ്റെ ആ കേബിളും കാണാൻ പറ്റും. ആ കേബിൾ കണ്ടില്ല, ഒരു പ്രത്യേകതരം കേബിളാണ്. അപ്പോൾ നമുക്ക് ഈ മൗസ് ആദ്യം പുറത്തെടുക്കാം. അതിനുശേഷം പിന്നെ ബോക്സിലുള്ളത് ഒരു പാംഫ്ലെറ്റ് ആണ്. പിന്നെ വേറൊന്നും ആ ബോക്സിൽ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിനുള്ളിൽ കിട്ടുന്ന സാധനങ്ങൾ. സോറോയുടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൗസ് മേടിക്കുകയാണെങ്കിൽ പിന്നീട് ഇതൊക്കെ വായിച്ച് നോക്കും. പിന്നെ ഓക്കെ, ഒരു റേറ്റിംഗ് കൊടുക്കാനായിട്ടുള്ളൊരു എക്സ്മേറ്റിൻ്റെ ഒരു കാർഡും ഉണ്ട്. ഇനി ഇതാണ് നമ്മുടെ മൗസ്. അപ്പോൾ മൗസ് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നൊരു മൗസാണ്. ഏകദേശം മൗസിൻ്റെ ഓവർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമ്മൾക്ക് ഈ ഒരു മൗസിൻ്റെ റിവ്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും അൺബോക്സിങ് കണ്ടില്ലേ. ഇനി നമ്മൾ ഈ ഒരു മൗസിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൗസിൽ എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ മൗസിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ഈ ഒരു മൗസിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഇതിൽ 6 ബട്ടണുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ 6 ബട്ടൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റൈറ്റ് മൗസ് ബട്ടൺ, ലെഫ്റ്റ് മൗസ് ബട്ടൺ, പിന്നെ മിഡിലുള്ള ബട്ടണും കൂടാതെ നിങ്ങളുടെ മൗസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് 2 ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ ഈ 2 ബട്ടനാണ് എക്സ്ട്രാ ആയിട്ടുള്ള ബട്ടൺ. പിന്നെ ഏറ്റവും മുകളിലായിട്ട് DPI എന്ന് പറഞ്ഞിട്ട് വേറൊരു ബട്ടൺ കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ മൗസിലുള്ള 6 ബട്ടണുകൾ. ഈ മൗസിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നത് അതിൻ്റെ വെയിറ്റ് ആണ്. അതായത് ഈ മൗസ് നമ്മുടെ നോർമൽ മേടിക്കുന്ന മൗസുകളെക്കാട്ടും കുറച്ചുകൂടെ ഹെവി ആയിട്ടൊരു മൗസാണ്. അങ്ങനെ ഹെവി ആവാനായിട്ടൊരു കാരണമുണ്ട്. അതായത് ഈ മൗസ് ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ മെറ്റലാണ്. അതായത് ഇതിൻ്റെ അടിഭാഗത്തുള്ളത് മെറ്റലാണ്, സൈഡിലുള്ളത് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു മെറ്റലായിട്ടുള്ളൊരു ഫീൽ വരും, ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു ഫീൽ വരും. കൂടാതെ ഇതിൻ്റെ ബിൽഡ് എന്ന് പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബിൽഡാണ്. അതായത് 399 രൂപയ്ക്ക് ഇത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബിൽഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബിൽഡാണ് ഈ ഒരു മൗസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും, ആ ഒരു പ്രീമിയം ബിൽഡിൻ്റെ. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കേബിളാണ്. നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന കേബിൾ ഇത് നോർമലായിട്ടുള്ള റബ്ബർ ടൈപ്പ് കേബിളല്ല, ഇത് ബ്രെയ്ഡഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലോത്ത് ടൈപ്പിലുള്ള കേബിളാണ്. അപ്പോൾ ഈ ഒരു കേബിളിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം ടാങ്കിളായി പോകില്ല, കൂടാതെ ഇത് വേഗം ബ്രേക്ക് ആവത്തില്ല. പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കേബിളാണ്. ഇനി ഈ മൗസ് കമ്പ്യൂട്ടറിൽ കുത്തുന്ന ആ USB എന്ന് പറയുന്നത് ഒരു പെൻഡ്രൈവിൻ്റെ സൈസുള്ളൊരു USB ആണ്. അതെന്താണ് അത്ര വലുതായിട്ട് തന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക, പ്ലഗ് ചെയ്യുന്നൊരു USB ആണ്. ഇനി ഈ മൗസ് പ്ലഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന സാധനം ഇതിൻ്റെ ലൈറ്റാണ്. അപ്പോൾ ഈ മൗസ് പ്ലഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നീല ലൈറ്റിലായിരിക്കും ഈ ഒരു മൗസ് കാണുന്നത്. നീല കൂടാതെ ഇതിൽ പർപ്പിൾ ഉണ്ട്, പിന്നെ നമ്മുടെ വയലറ്റ് ഉണ്ട്, കൂടാതെ റെഡ് കളറും ഈ ഒരു മൗസിലുണ്ട്.
അപ്പോൾ മൗസ് നിങ്ങൾ ഒരു മിനിറ്റത്തേക്കൊന്നും ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഡിമ്മായി ബ്രൈറ്റായി ഇതിനെ ബ്രീതിങ് ലൈറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഇനി ഈ ഓരോ കളറുകൾക്കും ആക്ച്വലി ഓരോ മീനിങ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ മിഡിലുള്ള DPI സ്വിച്ചിൽ ആ DPI സ്വിച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ കളറുകളെല്ലാം മാറുന്നത്. അപ്പോൾ ഓരോ DPIക്കാണ് ഓരോ കളറുകളും കാണിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള DPI എന്ന് പറയുന്നത് 800 DPI ഉണ്ട്, 1200 ഉണ്ട്, 1600 ഉണ്ട്, പിന്നെ 3200 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 DPI ഉള്ളത്. ഇനി ഈ DPIൻ്റെ എന്താ പറയുക, ഈ DPI എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു DPI എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിംഗ് മൗസിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മൗസ് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പെയിൻറ്റ് എടുത്തിട്ടൊരു ഇമേജ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇമേജിൽ മിഡിൽ നിങ്ങൾക്കൊരു ചെറിയൊരു യെല്ലോ ഡോട്ട് കാണാം, പിന്നെ സൈഡിൽ 2 വൈറ്റ് ഡോട്ടും, പിന്നെ സൈഡിൽ 2 വലിയ യെല്ലോ ഡോട്ടും കാണാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ വയലറ്റിലാണ് ഇടുന്നത്. വയലറ്റ് എന്ന് പറയുന്നത് 800 DPI ആണ്. അപ്പോൾ 800 DPIയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മൗസ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ 2 വൈറ്റിൻ്റെ ഇടയിലാണ് ഈ ഒരു മൗസ് മൂവ് ചെയ്യുന്നത്, ഇത്രയും മൂവ്മെൻറ്റിൽ. ഇനി അടുത്തത് ഞാൻ ഈ ഒരു വയലറ്റിൽ നിന്ന് നമ്മൾ അടുത്ത കളറിലേക്ക്, അതായത് ബ്ലൂ കളറിലേക്ക് ആക്കണം. ഇനി ബ്ലൂ കളറിലാക്കിയിട്ട് ഞാനിപ്പോൾ മിഡിൽ വെച്ചിട്ട് അതിന് ശേഷം അതേപോലെ ഞാൻ 2 സൈഡിൽ മൂവ് ചെയ്യുമ്പോൾ എനിക്കിത് ആ വൈറ്റ് ഡോട്ട് വരെ വൈറ്റ് ഡോട്ട് കടന്ന് പോകുന്നത് കാണാൻ സാധിക്കും, അതേ ഒരു മൂവ്മെൻറ്റിൽ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും മിഡിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മൗസിൻ്റെ DPI ഞാൻ അടുത്ത ലെവലിലേക്ക് ഇടണം. അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 1600 DPI ആണ്. ഇത് ഏകദേശം പർപ്പിൾ കളറാണ്. ഇനി ഇതൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വൈറ്റ് കളറും കടന്ന് ഏകദേശം യെല്ലോ അടുത്തെത്തുന്ന രീതിയിലേക്കാണ് നമ്മുടെ മൗസ് നീങ്ങുന്നത്. സെയിം മൂവ്മെൻറ്റാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി അടുത്ത വീണ്ടും മിഡിൽ കൊണ്ടുവന്നിട്ട് അടുത്തത് ഞാൻ റെഡിലേക്ക് കൊണ്ടുവരാം. റെഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സെയിം മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് യെല്ലോവും കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ DPI ലെവലിൽ നമ്മുടെ മൗസിൻ്റെ പ്രെസിഷനാണ് വ്യത്യാസം വരുന്നത്. അതായത് നമ്മൾ കുറച്ച് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കർസർ എത്രത്തോളമാണ് സ്ക്രീനിൽ മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഓരോ DPI വ്യത്യാസം വരുമ്പോഴത്തേക്കും അവിടെ ചേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാളൊക്കെ നിങ്ങൾ എയിം ചെയ്യുന്ന സമയത്തൊക്കെ വലിയ ഹൈ DPIയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എയിം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ DPI ഏറ്റവും കുറവിലിടുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് എയിം ചെയ്യാനായിട്ട് ഈ ഒരു മൗസ് കൊണ്ട് സാധിക്കും. ഇനി ഈ ഒരു മൗസ് ഗെയിമിങ്ങിന് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രിസിഷനായിട്ട് കട്ടുകളും സെലക്ഷനൊക്കെ ചെയ്യാനായിട്ടും ഈ ഒരു മൗസ് ഉപകാരപ്പെടും. കാരണം DPI നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് മൗസിൻ്റെ പ്രിസിഷൻ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ബാക്കിയുള്ള 2 ബട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ 2 ബട്ടണുകൾ നിങ്ങൾക്ക് പ്രോഗ്രാം ആക്ച്വലി ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഡീഫോൾട്ടായിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ, ഇത് ഈ 2 ബട്ടണേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റൊക്കെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഈ 2 ബട്ടണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡും ബാക്ക്വേർഡുമാണ് ആവുന്നത്. ഇനി ഈ 2 ബട്ടൺ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കീബോർഡിലെ പേജ് അപ്പ് ആയിട്ടായിരിക്കും നമ്മുടെ മുകളിലത്തെ ബട്ടൺ അസൈൻ ആവുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷൻ പേജ് അപ്പ് ബട്ടൺ എന്താണോ ചെയ്യുന്നത് ആ സെയിം ആക്ഷൻ ആയിരിക്കും നമ്മുടെ മൗസിലുള്ള ബട്ടൺ ചെയ്യുന്നത്. സോ അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മൗസ് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റൂ. ഇനി ഈ മൗസിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് മെറ്റലാണ്. അപ്പോൾ മെറ്റൽ 4 സ്ക്രൂ ഒക്കെ ഉണ്ട്. ആസ്തറ്റിക് വൈസ് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു മൗസാണ്. അതായത് ഈ ഒരു ഗെയിമിംഗ് മൗസിൻ്റെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലുക്കായിട്ട് കാണാനായിട്ടൊരു ഭംഗിയുള്ളൊരു മൗസ് എന്ന് പറയുന്നത് ഈ മൗസ് തന്നെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ മൗസിൻ്റെ സ്ക്രോൾ വീലാണ്. സ്ക്രോൾ വീൽ എന്ന് പറയുന്നത് സ്ക്രോൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾക്ക് ആ ഒരു ഫീല് കിട്ടും. നമ്മൾ ഓരോ ആ ഒരു സ്ക്രോളിങ്ങിലും എന്താ പറയുക, ഓരോ ബ്ലോക്ക് സ്ക്രോൾ ആകുമ്പോഴും അതിൻ്റെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് നമുക്കിത് ഈ മൗസ് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ക്ലിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈലൻറ്റ് ക്ലിക്കാണ്. അതായത് അധികം ശബ്ദം ഉണ്ടാക്കാത്ത ക്ലിക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് റാപ്പിഡായിട്ട് നിങ്ങൾ മൗസ് പ്രസ് ചെയ്യുമ്പോൾ വലിയ ശബ്ദമൊന്നും ഈ മൗസിന് കേൾക്കില്ല. ഇനി മൗസിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു മൗസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകൾ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. എനിക്ക് പോലും ആദ്യം ഉപയോഗിച്ചപ്പോൾ ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇതിന് മുന്നത്തെ മൗസ് ഭയങ്കര ചെറിയ മൗസായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വലിയ മൗസിലേക്ക് വന്നപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു. പിന്നെ കൂടാതെ DPIയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷേ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് അധികം നേരം ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൈക്ക് സ്ട്രെയിനും കാര്യങ്ങളൊന്നും വരില്ല. ഹാൻഡൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു മൗസാണ് നമ്മുടെ നമ്മുടെ എക്സ്മേറ്റിൻ്റെ സോറോ എന്ന് പറഞ്ഞ മൗസ്. അപ്പോൾ ബഡ്ജറ്റായിട്ടൊരു ഗെയിമിംഗ് മൗസ് നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു മൗസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലോവസ്റ്റ് പ്രൈസിൽ ഈ ഒരു മൗസ് കിട്ടുന്നതായിരിക്കും. ഇനി കൂടുതലായിട്ട് ഈ ഒരു മൗസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റിവ്യൂസും ടെക്നോളജിക്കൽ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.